വളരെ ബഹുമാന്യനായ അധ്യക്ഷൻ KUTAയുടെ അഭിവന്ദനായ പ്രസിഡന്റ് പ്രിയ സഹോദരൻ ഡോക്ടർ KP ഷംസുദ്ദീൻ, ഇവിടെ ആദരിക്കപ്പെടുന്ന ഇന്നേ ദിവസം KUTAയുടെ ദേശീയ അധ്യാപക ദിനാഘോഷത്തോടനുബന്ധിച്ച് ബാഗ്ബാൻ ഉറുദു എന്ന ഈ മഹത്തായ ആദര സംഗമത്തിൽ നമ്മളെല്ലാവരും വളരെ സ്നേഹാദരങ്ങളോടുകൂടി അഭിവാദ്യം ചെയ്യുന്ന, നമ്മുടെ എല്ലാവിധ ബഹുമാനങ്ങളും അർപ്പിക്കുന്ന ബഹുമാനപ്പെട്ട KUTAയുടെ സ്ഥാപക നേതാക്കളിൽപ്പെടുന്ന, KUTAയുടെ എല്ലാമായ എൻ്റെ ചിരകാല സുഹൃത്തു കൂടിയായ മുൻ പ്രസിഡന്റ് P. മൊയ്തീൻകുട്ടി മാസ്റ്റർ അവറുകളെ, ബഹുമാനപ്പെട്ട P. മുഹമ്മദ് കുട്ടി മാസ്റ്റർ, ഡയറ്റിന്റെ പ്രിൻസിപ്പൽ ഇൻചാർജായി ഉദ്യോഗത്തിൽ നിന്ന് വിരമിച്ചിട്ടുള്ള എന്റെ ബഹുമാന്യ സുഹൃത്ത്, നമുക്കെല്ലാം അഭിമാനമായിട്ടുള്ള P. മുഹമ്മദ് കുട്ടി മാസ്റ്റർ അവറുകളെ, SSUS കൊയിലാണ്ടി ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലെ ഉറുദു വിഭാഗത്തിന്റെ മുൻ തലവൻ ബഹുമാന്യനായ ഡോക്ടർ KV നകുലൻ അവർകളെ, ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് കൂടിയായ അഞ്ചുമൻ തർക്കി ഉറുദു കേരള ശാഖ കമ്മിറ്റിയുടെ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി കൂടിയായ പ്രിയപ്പെട്ട സുഹൃത്തും സഹപ്രവർത്തകനുമായ ഡോക്ടർ PK അബ്ദുൽ ഹമീദ് കാരശ്ശേരി അവർകളെ, ആശംസകൾ അർപ്പിക്കുന്ന KUTAയുടെ മുൻ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സ്നേഹിതൻ T. മുഹമ്മദ് മാസ്റ്റർ, മുൻ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട സ്നേഹിതൻ CK മുഹമ്മദ് മാസ്റ്റർ, SCRTയുടെ മുൻ റിസർച്ച് ഓഫീസർ പ്രിയങ്കരനായ സുഹൃത്തൻ മൊയ്തീൻകുട്ടി മാസ്റ്റർ, റിട്ടയർഡ് ഉറുദു സ്പെഷ്യൽ ഓഫീസർ ബഹുമാനപ്പെട്ട MK മുഹമ്മദ് സാലി അടക്കമുള്ള എനിക്ക് വളരെ സ്നേഹവും ബഹുമാനവുമുള്ള, ഇവിടെ ആദരിക്കപ്പെടുന്നവരും KUTAയുടെ ഭാരവാഹികളും ഒക്കെ അടങ്ങുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അധ്യാപക ദിനാഘോഷമാണ്, അധ്യാപകരുടെ ചടങ്ങാണ്. അതുകൊണ്ട് അധ്യാപകരായ ബഹുമാന്യ മിത്രങ്ങളെ, ഇതില് പലരെയും കാണാൻ സാധിക്കുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആകെ കാലങ്ങളായിട്ട് ഒന്നിച്ചിരുന്നതിന്റെ ഒരു ഗൃഹാതുരത്വവും സ്നേഹവും സമ്പർക്കവും പുതുക്കാനും അതിനാണ് നമ്മൾ വന്നിരിക്കുന്നത്. എന്ന പോലെ തന്നെ ഇവിടെ ആദരിക്കപ്പെടുന്നവരും അങ്ങനെ തന്നെയാണ്. അവരെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നു, അവരെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു, അവർ നമ്മെ കാണാൻ ആഗ്രഹിക്കുന്നു. ഇതൊക്കെ വളരെ സ്നേഹോഷ്മളമായിട്ടുള്ള ജീവിത സന്ദർഭങ്ങളിൽ പെടുന്നതായിട്ടാണ് ഞാൻ ഇതിനൊക്കെ കണക്കാക്കുന്നത്. ഇതൊന്നും ഔപചാരികമല്ല. ഔപചാരികമായിട്ട് നമുക്ക് മൊയ്തീൻകുട്ടി മാഷയോ മുഹമ്മദ് കുട്ടി മാഷയോ അടക്കമുള്ളവരെയൊന്നും നമുക്കങ്ങനെ അവർക്കൊന്നും ആദരം അർപ്പിക്കാൻ സാധിക്കില്ല. ഇത് നമ്മുടെ കാലഘട്ടത്തിന്റെ ഒരു ബുദ്ധിമുട്ടാണ്. നമുക്ക് ഒന്നിച്ചിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഓൺലൈനിൽ ശരണം തേടുന്നത്. കാണാൻ ആഗ്രഹമുണ്ട്. ഉറുദു പ്രത്യേകിച്ചും ഒരു കുടുംബമാണെന്നാണ് നമ്മളൊക്കെ അവകാശപ്പെട്ടു പോരാറുള്ളത്, ഞാനും നിങ്ങളൊക്കെ. ആ ഒരു കുടുംബാന്തരീക്ഷം നിലനിർത്തുന്നതിന്റെ ഭാഗവും കൂടിയാണ് ഈ കുടുംബത്തിലെ കാരണവന്മാർക്ക് നമ്മൾ ഒരു
ആദരം അർപ്പിക്കുക എന്ന് പറയുന്നത്. ഇത്രയും നല്ല ഒരു പരിപാടി സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന KUTI അതിന്റെ ഭാരവാഹികളെ ഞാൻ പ്രത്യേകം ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. അവരുടെ ഈ നല്ല കാര്യത്തെ ഞാൻ പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. സംസ്ഥാന കമ്മിറ്റിക്കും പ്രസിഡന്റ് അടക്കമുള്ള ഭാരവാഹികൾക്കുമെല്ലാം എന്റെ പ്രത്യേകമായ അഭിനന്ദനം ഞാൻ ഈ അവസരത്തിൽ അർപ്പിക്കുന്നു. കാരണം അധ്യാപക ദിനാഘോഷത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ചടങ്ങാണ് KUTI സംഘടിപ്പിച്ചിട്ടുള്ളത്. വലിയ ഗുരുനാഥന്മാരെ, കേരളത്തിലെ ഉറുദുവിന്റെ വലിയ ഗുരുനാഥന്മാരെയാണ് ആദരിക്കുന്നത്. അവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, അവര് വെറും ക്ലാസ് മുറികളിൽ ഇരുന്ന് ഉറുദു പഠിപ്പിക്കുക മാത്രം ചെയ്തവരല്ല. അവരതിനപ്പുറത്ത് സമൂഹത്തിലിറങ്ങി ഈ ഭാഷയുടെ പ്രചാരണത്തിന് വേണ്ടി, അതിൻ്റെ വിപുലമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, അതിൻ്റെ പ്രാധാന്യം നമ്മുടെ കേരളീയ സമൂഹത്തിൽ വ്യാപകമായി ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി പൊതുരംഗത്തിറങ്ങി പ്രവർത്തിച്ചവരാണ്. KUTIയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്നു മൊയ്തീൻകുട്ടി മാസ്റ്റർ. അതുപോലെ തന്നെ ഭാരവാഹിയായിരുന്നു PK അബ്ദുൽ ഹമീദ് മാസ്റ്റർ. മുഹമ്മദ് കുട്ടി മാസ്റ്ററും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഡോക്ടർ KV നകുലൻ. ഇവരൊക്കെ തന്നെ ഉറുദു ഭാഷയുടെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ വളരെയേറെ സേവനങ്ങൾ അർപ്പിച്ചവരാണ്. അതുകൊണ്ട് കൂടിയാണ് നമ്മൾ അവരെ ആദരിക്കുന്നത്. വെറും അധ്യാപകരായതുകൊണ്ട് മാത്രമല്ല. അധ്യാപകരാകുക എന്ന് പറഞ്ഞാൽ തന്നെ ചെറിയ കാര്യമല്ല. പക്ഷെ തന്നിലേക്ക് ഒതുങ്ങുന്ന അധ്യാപകരുണ്ടല്ലോ. തന്നിലേക്കും തന്റെ ജോലിയിലേക്കും തന്റെ കുടുംബത്തിലേക്കും മാത്രം ഒതുങ്ങുന്ന എത്രയോ അധ്യാപകരുണ്ട്. ഞാനൊരു യാഥാർത്ഥ്യം പറഞ്ഞതാണ്, അല്ലാതെ അധ്യാപക ജോലിയുടെ പ്രാധാന്യം കുറച്ചുകൊണ്ട് പറയുന്നതല്ല. വളരെ സെൽഫ് സെന്റേർഡായി തൊഴിലിൽ മാത്രം കേന്ദ്രീകരിക്കുന്നവരെ നമുക്ക് പല മേഖലകളിലും കാണാൻ കഴിയാറുണ്ട്. ഈ ആദരിക്കപ്പെടുന്നവർ അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമേ അവരെ എനിക്ക് ആദരിക്കാൻ കഴിയൂ. കാരണം അവര് രാപ്പകലിറങ്ങി പ്രവർത്തിച്ചവരാണ്. പ്രത്യേകിച്ച് മൊയ്തീൻകുട്ടി മാസ്റ്റർ, മുഹമ്മദ് കുട്ടി മാസ്റ്റർ, ഹമീദ് മാഷ്, ഇവരോടൊപ്പമൊക്കെ പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. അവരെനിക്ക് അന്യരല്ല. അവരെന്റെ സഹപ്രവർത്തകരാണ്. ഞാൻ അവരുടെയും സഹപ്രവർത്തകനാണ്. ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കാൻ അവസരമുണ്ടായത് ഏതെങ്കിലും മറ്റു വേദികളിലല്ല. രാഷ്ട്രീയമായിട്ടോ മറ്റു സാമൂഹികമായ വേദികളിലോ ഒന്നും പ്രവർത്തിച്ചിട്ടല്ല ഞങ്ങൾ ഒന്നിച്ച് സഹപ്രവർത്തകരായി തീർന്നത്. മറിച്ച് ഉറുദു എന്ന വേദിയിലാണ്. ഉറുദുവാണ് ഞങ്ങളെ സഹപ്രവർത്തകരാക്കിയത്. മൊയ്തീൻകുട്ടി മാഷയെയും ഹമീദ് മാഷയെയും മുഹമ്മദ് കുട്ടി മാഷയും ഒക്കെ എന്റെ സഹപ്രവർത്തകരാക്കി തീർത്തത് ഉറുദു ഭാഷയാണ്. അതോടെ പറയാതിരിക്കാൻ സാധിക്കില്ല. ഉറുദുവാണ് കൂട്ടിച്ചേർത്ത കണ്ണി. നമ്മെ എല്ലാവരെയും ഇപ്പോൾ കൂട്ടിച്ചേർക്കുന്ന കണ്ണി അതാണ്. ആ നിലയില് മൊയ്തീൻകുട്ടി മാഷയുടെയൊക്കെ സേവന പ്രവർത്തനങ്ങൾ എത്രത്തോളം ഈ ഭാഷയുടെ പ്രചാരണത്തിന് വേണ്ടി വിനിയോഗിക്കപ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. എനിക്ക് ഇവരോടൊക്കെ വലിയ ബഹുമാനമാണ്. ഇവിടെ ഒരു ചടങ്ങിൽ വന്ന് പറയുന്നതല്ല. കാരണം ഇവര് ഭൂമി ഉഴുതു മറിച്ചവരാണ്, കൃഷി യോഗ്യമാക്കിയവരാണ്. പിന്നോട്ട് തിരിഞ്ഞു നോക്കാതെ ഒരു പ്രസ്ഥാനത്തിന്റെയും പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഏത് പ്രസ്ഥാനമാവട്ടെ, എന്താകട്ടെ, ഈ ഭൂമുഖത്ത് ഒക്കെ മുമ്പേ നടന്നവരുടെ പിമ്പേ ഗമിക്കുന്നവർ മാത്രമാണ് നമ്മൾ. മുമ്പ് നടന്നവര് മുള്ള് നീക്കി വഴി സഞ്ചാരയോഗ്യമാക്കി തന്നതാണ്. അവരുടെ കഷ്ടപ്പാടുകളും ത്യാഗങ്ങളുമാണ് പിൽക്കാലത്ത് വന്നവർക്ക് സുഗമമായി ഈ പാത തരണം ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. അത് മറക്കാൻ കഴിയില്ല.
എല്ലാ പ്രസ്ഥാനങ്ങളുടെയും ചരിത്രത്തിൽ പൂർവഗാമികളെ കാണാൻ സാധിക്കും. പൂർവഗാമികൾ, പൂർവസൂരികൾ. അവരുടെ പിന്നാലെയാണ് മറ്റുള്ളവർ നീങ്ങിയിട്ടുള്ളത്, സഞ്ചരിച്ചിട്ടുള്ളത്. പിന്നാലെ വരുന്നവർക്ക് ആദ്യം മുന്നോട്ട് പോകുന്നവരുടെ അത്ര ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. നമുക്കെല്ലാവർക്കും അറിയാം. കാരണം ആദ്യം വരുന്നവർ വഴി വെട്ടിത്തെളിക്കുന്നവരാണ്, കഷ്ടപ്പെടുന്നവരാണ്, പ്രയാസപ്പെടുന്നവരാണ്. പിന്നാലെ വരുന്നവർ മുൻഗാമികൾ വെട്ടിത്തെളിച്ച വഴിയിലൂടെ സഞ്ചരിക്കുന്നവരാണ്. അതിന് അത്ര ബുദ്ധിമുട്ട് കാണില്ല. ഇതെല്ലാ കാര്യത്തിലും ശരിയാണ്. കേരളം പോലൊരു സംസ്ഥാനത്ത് ഉറുദു ഭാഷ ഇത്ര വിപുലമായിട്ട് പ്രചരിച്ചു. അത് പഠിപ്പിക്കാൻ സർക്കാർ തലത്തിൽ സൗകര്യമുണ്ടായി. എത്രയോ അധ്യാപകര്, നൂറുകണക്കിന് അധ്യാപകര് ഇന്ന് ആ ഉറുദു ഭാഷയുടെ പേരിൽ ഔദ്യോഗിക രംഗത്ത് സേവന നിരതരായി സർക്കാരിന്റെ കീഴിൽ തന്നെ സേവനമർപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായതിന്റെ പിറകില് അതിന് സൗകര്യമൊരുക്കിയ മുൻഗാമികളുണ്ട്, ഭരണാധികാരികളുണ്ട്, അതിനുവേണ്ടി നിലകൊണ്ട നേതാക്കളുണ്ട്. അതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. അതിന്റെ പിറകിലാണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ സംഘടനാ നേതാക്കളുണ്ട്. ഭാഷയുടെ പ്രചാരണ രംഗത്ത് വളരെ വലിയ സേവനങ്ങൾ അർപ്പിച്ച സംഘടനയുടെ സ്ഥാപക നേതാക്കളുണ്ട്. കഴിഞ്ഞ ഒരു പരിപാടിയിൽ അഞ്ചുമൻ തിറക്കി ഉറുദു ചില മുൻഗാമികളെ ആദരിച്ചിരുന്നു. അതിൽ ചില പേരൊക്കെ ഞാൻ തന്നെയാണ് നിർദ്ദേശിച്ചത്. അതിൽ ഞാൻ നിർദ്ദേശിച്ച പേരായിരുന്നു KPZ തങ്ങൾ. എന്റെ ചെറുപ്പത്തിൽ ഞാൻ കേട്ടിരുന്ന പേരാണ്. പത്രങ്ങളിൽ KUTA യോഗങ്ങളുടെ പേരിലൊക്കെ ഇതിങ്ങനെ അച്ചടിച്ചു വരും. ആ ഓർമ്മ വെച്ചുകൊണ്ടാണ് KPZ തങ്ങളെ വിളിക്കണം എന്ന് വളരെ വ്യക്തിപരമായി നിർബന്ധത്തോടെ, ആഗ്രഹത്തോടെ ഞാൻ തന്നെ അഞ്ചുമന്റെ യോഗത്തിൽ എന്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമായ മറ്റുള്ളവരുടെ മുമ്പിൽ നിർദ്ദേശം വെച്ചതുപോലെ അദ്ദേഹത്തോടൊപ്പം മറ്റുള്ളവരും. അത് ഞാൻ വളരെ സന്തോഷിച്ചു അതിൽ. അതുകൊണ്ടാണ് ഞാൻ പറയണത്. കാരണം KPZ തങ്ങളെ കാണുന്നത് പോലും എത്രയോ വർഷങ്ങൾക്ക് ശേഷം ആ സ്വീകരണ സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. അപ്പൊ ഇന്ന് അദ്ദേഹം ഈ മേഖലയിലൊന്നും ഇല്ല. പക്ഷെ എന്ന് വെച്ച് അവരുടെ സേവനങ്ങളൊന്നും വിസ്മരിക്കാവതല്ല, ആ വ്യക്തിത്വങ്ങളും മറക്കപ്പെടാവതല്ല. റിട്ടയർമെന്റായി അല്ലെങ്കിൽ പഴയ പോലെ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിലും പ്രവർത്തിക്കാൻ കഴിയില്ലല്ലോ. റിട്ടയർമെന്റ് ആയി കഴിഞ്ഞാല് സംഘടനാ രംഗത്തു നിന്നൊക്കെ ഒരു പരിധി വരെ പിന്നെ തുടരാമെങ്കിലും അതിനൊക്കെ ഔദ്യോഗിക സ്വഭാവത്തില് ഒരു പിൻവാങ്ങൽ ഉണ്ടാവുക സ്വാഭാവികമാണ്. അത് മനുഷ്യന്റെ ജീവശാസ്ത്രപരമായിട്ടുള്ള അനിവാര്യതയുടെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്. പക്ഷെ എന്ന് വെച്ച് അവരുടെ ഒന്നും സേവനങ്ങളുടെ മഹിമ കുറയുന്നില്ല, അവരോടുള്ള നമ്മുടെ ആദരം കുറയുന്നില്ല. അവരർപ്പിച്ച മഹത്തായ സംഭാവനകൾ, അതിൻ്റെയും പ്രാധാന്യവും പ്രസക്തിയും ഒട്ടും കുറയുന്നില്ല. ഞാൻ നീട്ടി പറയുന്നില്ല. കുറച്ച് കാര്യങ്ങൾ വരെ ബഹുമാനിക്കുമ്പോൾ പറയണമല്ലോ, അത് എന്റെ കടമയാണ് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ രണ്ട് വാക്കുകൾ പറയുന്നത്. മൊയ്തീൻകുട്ടി മാഷ് കേരളത്തെ സംബന്ധിച്ച്, ഉറുദു അധ്യാപക പ്രസ്ഥാനത്തെ സംബന്ധിച്ച് മാത്രമല്ല, ഔദ്യോഗിക തലങ്ങളിൽ ഉറുദുവിന് സ്വാധീനം ഉറപ്പിക്കുന്ന കാര്യത്തിൽ, ഉറുദു ഭാഷക്ക് പരിരക്ഷ ഔദ്യോഗിക തലത്തിൽ ഉറപ്പുവരുത്തുന്ന കാര്യത്തിൽ ഒക്കെ തന്നെ വളരെയേറെ മഹിമയാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള വലിയ അധ്യാപകനാണ് മൊയ്തീൻകുട്ടി മാഷ്. ഞാൻ അദ്ദേഹത്തെ KUTA സ്ഥാപക നേതാക്കളിൽ പ്രമുഖനായിട്ടാണ് പലപ്പോഴും സംസ്ഥാന സമ്മേളനങ്ങളൊക്കെ വിശേഷിപ്പിക്കാറുള്ളത്. അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഇടം. ഓരോരുത്തർക്കും ഒരു സ്പേസ് ഉണ്ട്. അദ്ദേഹത്തിന്റെ സ്പേസ്, അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് ഉറുദു ഭാഷയുടെ പ്രചാരകൻ എന്ന നിലയിലാണ്. KUTA ഫൗണ്ടർ ലീഡേഴ്സിൽ അദ്വിതീയൻ എന്ന നിലയിലാണ്. ആ നിലയിൽ തന്നെ അദ്ദേഹം മഹത്തായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. മൊയ്തീൻകുട്ടി മാഷ് വളരെ
ലാളിത്യമുള്ള വ്യക്തിയാണ്. ആദരിക്കപ്പെടുന്ന വ്യക്തികളെ കുറിച്ച് നല്ല വാക്ക് പറയുന്നത് ഈ അവസരത്തോട് കാണിക്കേണ്ട മര്യാദയാണ്. അത് മുഖസ്തുതിയിൽ പെടുകയില്ല. മുഖസ്തുതിയെ തെറ്റുള്ളൂ. നന്മ എടുത്തു പറയുന്നത് മുഖസ്തുതിയല്ല. നന്മ ചില സന്ദർഭങ്ങളിൽ പറയാതിരിക്കുന്നതാണ് തെറ്റ്. അപ്പൊ ഇവിടുത്തെ ഔചിത്യബോധം ഇവരെ കുറിച്ച് നല്ലത് പറയാനാണ് നമ്മെ സജ്ജരാക്കുന്നത്. മൊയ്തീൻകുട്ടി മാഷ് നേരത്തെ കവിത ആലപിച്ചുകൊണ്ട് ഇരിക്കായിരുന്നു. ഞാൻ ഇതിലേക്ക് കടന്നു വരുമ്പോൾ അത്രത്തോളം നമ്മൾ വാക്കുകളിലൂടെ ഗദ്യമായാലും പദ്യമായാലും അവരെ അഭിനന്ദിക്കുന്നതും അനുമോദിക്കുന്നതും ഒക്കെ വളരെ വളരെ ഈ അവസരത്തിന് ഉചിതമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മൊയ്തീൻകുട്ടി മാഷിന്റെ അദ്ദേഹത്തിന്റെ ഒരു ഉറുദു ആണ് അദ്ദേഹത്തിന്റെ എല്ലാം. KUT അദ്ദേഹത്തിന്റെ ജീവനാണ്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് KUTയുടെ ഒക്കെ ഔദ്യോഗിക രംഗത്ത് നിന്ന് അദ്ദേഹം വിരമിച്ചിട്ടും അദ്ദേഹം തന്നെയാണോ KUTയെ നയിക്കുന്നത് എന്ന് പല സമയത്തും എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തെങ്കിലും വിഷയം ഉണ്ടായാൽ അതൊക്കെ കൈകാര്യം ചെയ്യുന്നത് മൊയ്തീൻകുട്ടി മാഷാണ്. എല്ലാവരും ചെല്ലുന്നത് അദ്ദേഹത്തിന്റെ അടുക്കലേക്കാണ്. എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകുന്ന കണ്ണി അന്ന് മാത്രല്ല അത്ഭുതകരമായി തോന്നും. ഇന്നും ആ കാര്യത്തിൽ വലിയ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന നേതാവാണ്, അധ്യാപക പ്രസ്ഥാനത്തിന്റെ നേതാവാണ് പ്രിയങ്കരനായ മൊയ്തീൻകുട്ടി മാഷ്. അതുപോലെ P. മുഹമ്മദ് കുട്ടി മാഷ്, അദ്ദേഹം ഉറുദു ഭാഷയുടെ 2 രംഗങ്ങളിലും അദ്ദേഹം പ്രവർത്തിച്ചു. അധ്യാപകൻ എന്ന നിലയിലും റിട്ടയർഡ് പ്രിൻസിപ്പൽ ആണ് അദ്ദേഹം. ഡയറ്റിന്റെ പ്രിൻസിപ്പൽ എന്ന നിലയിൽ സർക്കാർ തലത്തിൽ ഉറുദുവിന്റെ അംഗീകാരം വിപുലപ്പെടുത്തുന്നതിന്, ഉറുദുവിന്റെ നില കൂടുതൽ ഭദ്രമാക്കുന്നതിന് വളരെ വലിയ സേവനങ്ങൾ ചെയ്തിട്ടുള്ള വലിയ അധ്യാപകനാണ്, അധ്യാപക ശ്രേഷ്ഠനാണ് ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്ത് P. മുഹമ്മദ് കുട്ടി മാസ്റ്റർ. അതുപോലെ തന്നെ ഉറുദു ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലെ കൊയിലാണ്ടി കേന്ദ്രത്തിലെ ഉറുദു വിഭാഗം മുൻ തലവനാണ് ബഹുമാന്യ സ്നേഹിതൻ ഡോക്ടർ KV നകുലൻ. ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള അവസരമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും അദ്ദേഹത്തെ കുറിച്ച് അറിയാം. അദ്ദേഹം ഉറുദു ഭാഷയിൽ വളരെ ഉന്നതമായ ബിരുദങ്ങൾ നേടി ധാരാളം ധാരിണികളെ വാർത്തെടുത്തു. കേരളത്തില് ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെടുന്ന കാലം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് അതൊക്കെ സംഭവിച്ചിട്ടുള്ളത്. ഉറുദു, സംസ്കൃതം, ഈ ഭാഷ, സംസ്കൃതത്തിന് വേണ്ടി കേരളത്തിൽ ഒരു സർവകലാശാല വന്നു. അപ്പോഴും അതിൽ ഉറുദു ഉൾപ്പെടുത്തി. അതിൻ്റെയൊക്കെ പിന്നിലുണ്ടായിട്ടുള്ള നിശ്ചയദാർഢ്യവും തീരുമാനങ്ങളൊക്കെ വളരെ വളരെ അമൂല്യമാണ്. സംസ്കൃതത്തിന് വേണ്ടി ഒരു സർവകലാശാല തുടങ്ങുമ്പോൾ മറ്റു ഭാരതീയ ഭാഷകൾക്ക് അതിൽ പ്രാധാന്യം നൽകുന്നതിനുള്ള ഒരു വ്യവസ്ഥ ഉണ്ടായി. അങ്ങനെ അത്ര വലിയൊരു സർവകലാശാലക്ക് ഉറുദു കേന്ദ്രമുണ്ടായി. ആ ഉറുദു കേന്ദ്രം വളരെ നല്ല നിലയിൽ കൊയിലാണ്ടിയിൽ പ്രവർത്തിച്ചു. അവിടെ വളരെ വലിയ ഉറുദു അധ്യാപകരാണ് അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ഫറൂഖ് കോളേജിലെ ഉറുദു അധ്യാപികയായിരുന്ന, ഞങ്ങളുടെ ഒക്കെ ഉറുദു അധ്യാപികയായ സഫിയ ബി ടീച്ചർ ഇടക്കാലത്ത് അവിടെ ഇരുന്നിരുന്നു. ആ സമയത്ത് പലപ്പോഴും ഞാൻ അവിടെ പോയിട്ടുണ്ട്. അവരെ ക്ഷണിച്ചിട്ട് പല പരിപാടികളിൽ ഞാൻ കൊയിലാണ്ടി സെൻട്രൽ പങ്കെടുത്തത് എന്റെയും വളരെ അഭിമാനകരമായ ഓർമ്മകളിൽ പെടുന്നതാണ്. എന്നെ പഠിപ്പിച്ച ടീച്ചറായിരുന്നു അവര്. പക്ഷെ അവര് പലതവണ അവിടെ വിളിച്ചിട്ടും ക്ഷണിച്ചിട്ടും സഫിയ ബി ടീച്ചർ അവിടെ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ പോയിട്ടുണ്ട്. ഫറൂഖ് കോളേജിലെ ഉറുദു ഡോക്ടർ സയ്യിദ് ഖുദ്റത്തുള്ള സാഹിബിനെ കൊണ്ടാണ് വളരെ വലിയ പ്രശസ്തി ആർജിച്ചത്. എന്നാൽ അവിടെ തന്നെ പിൽക്കാലത്ത് അദ്ദേഹം ഉള്ളപ്പോൾ തന്നെ അധ്യാപികയായി വന്ന സഫിയ ബി ടീച്ചറും ഫറൂഖ് കോളേജ് ഉറുദു ഡിപ്പാർട്ട്മെന്റിന്റെ വളരെ വലിയ അതിന്റെ ഫാക്കൽറ്റിയിലെ പ്രധാനപ്പെട്ട അംഗമായിരുന്നു. ഈ ഖുദ്റത്തുള്ള സാഹിബിനെയും അദ്ദേഹം നിര്യാണം പ്രാപിച്ചു. അഞ്ചുമന്റെ കാര്യത്തില്
അഭിമാനം തോന്നുന്ന ചില നിമിഷങ്ങളാണ്. അദ്ദേഹത്തെയും അഞ്ജുമൻ ആദരിച്ചു. സത്യത്തില് കേരളത്തിലെ ഉറുദു എന്ന് പറയുമ്പോൾ മറക്കാൻ പാടില്ലാത്ത മറന്നുകൂടാത്തന്നല്ല ഞാൻ പറയുന്നത്, മറക്കാൻ പാടില്ലാത്ത വ്യക്തിത്വമാണ് ഡോക്ടർ സയ്യിദ് ഖുദ്റത്തുള്ള ഹുസൈനി. വലിയ പണ്ഡിതൻ, ഉറുദുവിൽ തന്നെ ധാരാളം ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു വ്യക്തിത്വവും അദ്ദേഹത്തിന്റെ സംസ്കാരവും അദ്ദേഹത്തിന്റെ തലയെടുപ്പും, ഫറൂഖ് കോളേജിൽ അദ്ദേഹം ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം ആ കോളേജിന്റെ തന്നെ ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ ആയിരുന്നു, ആകർഷണ കേന്ദ്രമായിരുന്നു. വലിയവർക്ക് ആദരം അർപ്പിക്കുന്ന ചടങ്ങായതുകൊണ്ട് ഞാൻ ഇപ്പൊ ജീവിച്ചിരിപ്പില്ലാത്ത വലിയവരെയും ഓർക്കുകയാണ്. അത് എന്റെ ഒരു കടം വീട്ടല്. ഞാൻ പലപ്പോഴും അവരൊക്കെ ഓർക്കുന്ന ആളാണ്. ഖുദ്റത്തുള്ള സാഹിബിനെ മൈസൂരിൽ നിന്ന് കൊണ്ടുവന്ന് കോഴിക്കോട്ട് വെച്ച് അഞ്ജുമൻ തറക്കി ഉറുദു, അഞ്ജുമൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ അഞ്ജുമൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പ്രവർത്തനങ്ങൾ, വലിയ വലിയ ആളുകളെ ഉത്തരേന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. വലിയ വലിയ ഉറുദു പണ്ഡിതര് വന്നിട്ടുണ്ട്. വലിയ മഹാസമ്മേളനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഗഹനമായ സെമിനാറുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് വിട്ട് കേരളത്തിലെ ഉറുദു അധ്യാപകർക്കും ഉറുദു അധ്യാപനത്തിനും സഹായകരമായ രീതിയിൽ കേന്ദ്രത്തിന്റെ സഹായം വരെ ചെറുതാണെങ്കിലും ഒരു കാലത്ത് നേടിയെടുക്കാൻ അഞ്ജുമന് സാധിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് അത്രമാത്രം പ്രവർത്തന റെക്കോർഡുള്ള അഞ്ജുമന്റെ അതിനേക്കാളൊക്കെ ഞാൻ വിലമതിക്കുന്നത് ഇങ്ങനെയുള്ളവരെ ആദരിക്കാൻ അഞ്ജുമന് സാധിച്ചു എന്നുള്ളതാണ്. ആ വലിയ സമ്മേളനങ്ങളെക്കാൾ, ആ വലിയ സെമിനാറുകളെക്കാൾ, ആ വലിയ മഹാസംഗമങ്ങളെക്കാൾ ഞാൻ വിലമതിക്കുന്നത് ഖുദ്റത്തുള്ള സാഹിബിനെ, KPZ തങ്ങളെ അടക്കമുള്ളവരെയൊക്കെ. അതിൽ ഖുദ്റത്തുള്ള സാഹിബ് നിര്യാണം പ്രാപിച്ചു. അങ്ങനെ അവരെ ആദരിക്കാൻ സാധിച്ചതാണ് വലിയൊരു പ്രവർത്തനമായിട്ട് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഡോക്ടർ KV നകുലനും ഞാൻ ഈ അവസരത്തിൽ എല്ലാവിധ അനുമോദനങ്ങളും അർപ്പിക്കുകയാണ്. അദ്ദേഹം ഉറുദുവിന്റെ കൊയിലാണ്ടി സെന്ററിന്റെ സർവസ്വമായിരുന്നു. അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ സേവനങ്ങളും ആ സെന്ററിന് മാത്രമല്ല പൊതുവിൽ തന്നെ ഉറുദുവിന് വളരെയേറെ പ്രയോജനീഭവിച്ചിട്ടുണ്ട്. അവസാനമായിട്ട് ഇവിടെ ആദരിക്കപ്പെടുന്നവരിൽ എനിക്ക് പറയാനുള്ളത്, എന്റെ സ്നേഹനിധിയായ മിത്രം, എന്റെ ആത്മമിത്രം എന്ന് ഞാൻ പറയണം, ഡോക്ടർ PK അബ്ദുൽ ഹമീദ് കാരശ്ശേരി. എന്റെ ഉറ്റ സുഹൃത്ത്, എന്റെ അടുത്ത സഹപ്രവർത്തകൻ, അഞ്ജുമന്റെ ജീവനാടി. അഞ്ജുമൻ കൊണ്ടു നടക്കുന്നത് ഇപ്പൊ മാത്രമല്ല, മുമ്പും അദ്ദേഹം ഉണ്ടായിരുന്നു. ഇടക്കാലത്ത് പോയി, പിന്നെ വീണ്ടും ഭാരവാഹിയായിട്ട് തിരിച്ചു വന്നു. അദ്ദേഹം വലിയ അധ്യാപകനാണ്, ഉറുദുവിന് വലിയ ഖ്യാതി കൊണ്ടുവന്ന അധ്യാപകനാണ്. അദ്ദേഹത്തിന് ദേശീയ അവാർഡ് ലഭിച്ചത് ഒരു വ്യക്തിക്ക്, ഒരു അധ്യാപകന് ലഭിച്ച ഒരു അംഗീകാരം മാത്രമല്ല, ഉറുദു ഭാഷയ്ക്ക് ലഭിച്ച അംഗീകാരമാണ്. ഒരു ഉറുദു അധ്യാപകന്, അങ്ങനെ ചരിത്രത്തിൽ വളരെ അപൂർവമായിട്ടേ സംഭവിച്ചിട്ടുള്ളൂ. ഒരു ഉറുദു അധ്യാപകൻ ഡൽഹിയിൽ പോയി രാജ്യത്തിന്റെ രാഷ്ട്രപതിയുടെ കരങ്ങളിൽ നിന്ന് ഒരു അവാർഡ് വാങ്ങിച്ചു. ഒരവാർഡല്ല, ദേശീയ അധ്യാപക അവാർഡ് വാങ്ങിച്ചു. അത് ഉറുദു അധ്യാപകർക്ക്, ഉറുദു ഭാഷയ്ക്ക് ലഭിച്ച അംഗീകാരമാണ്. ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും എല്ലാമുള്ള ഉറുദു അധ്യാപകർക്ക് ലഭിച്ച അംഗീകാരമാണ്. അതിന് കാരണക്കാരനായത് നമ്മുടെ ഡോക്ടർ PK അബ്ദുൽ ഹമീദ് മാഷാണ്. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഉറുദുവിന് വേണ്ടി വളരെ വലിയ സേവനങ്ങൾ അർപ്പിക്കുന്ന അധ്യാപകനാണ്. അധ്യാപകൻ മാത്രമല്ല, വിദ്യാഭ്യാസ വിചക്ഷണനാണ്. വിദ്യാഭ്യാസത്തെ കുറിച്ച് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. വിദ്യാഭ്യാസ ചിന്തകൾ, വളരെ വലിയ ചിന്തകൾ വിദ്യാഭ്യാസത്തിന്റെ നവീകരണത്തിന് സംഭാവന ചെയ്തിട്ടുള്ള വലിയ അധ്യാപകനാണ്. മാത്രമല്ല, അഞ്ജുമന്റെ ഒക്കെ പ്രവർത്തനം വഴി തന്നെ ഉറുദുവിന് വളരെ വലിയ സേവനം അദ്ദേഹം അർപ്പിച്ചിട്ടുണ്ട്. അഞ്ജുമന്റെ പ്രവർത്തനങ്ങളിലൂടെ തന്നെ ഉറുദുവിന്റെ പ്രവർത്തനം കേരളത്തിൽ വിപുലപ്പെടുത്താനുള്ള ഒട്ടേറെ സംരംഭങ്ങൾ, അതിന് നേതൃത്വം വഹിച്ചിട്ടുള്ള വലിയ അധ്യാപകനാണ് ഡോക്ടർ PK അബ്ദുൽ ഹമീദ് സാഹിബ്. അദ്ദേഹത്തിന്, ഇവർക്കെല്ലാം ഞാൻ എല്ലാവിധ അനുമോദനങ്ങളും അർപ്പിക്കുകയാണ്. ഹമീദ് മാഷ് അതിൽ മാത്രമല്ല, അദ്ദേഹത്തിന് ഒരുപാട് പ്രവർത്തകർ, ബഹുമുഖ പ്രതിഭയാണ് അദ്ദേഹം. അധ്യാപകനാണ്, ഒരു യോഗ, അതുപോലെ തന്നെ എക്സസൈസ്, ഇതൊക്കെ പഠിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന
ആ രംഗത്ത് വളരെ വൈദഗ്ധ്യം സമ്പാദിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതൊരു ചെറിയ ചികിത്സയും കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ചികിത്സ ജീവിത ശൈലിയിൽ മാറ്റം വരുത്തിക്കൊണ്ടുള്ള ചികിത്സയാണ്. ആ ജീവിത ശൈലിയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ എക്സസൈസും അതിൻ്റെ മുറകളും. അതൊക്കെ വളരെ ഭംഗിയായി പഠിച്ചിട്ടുള്ള മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അവിടെയും അധ്യാപകനാണ് അബ്ദുൽ ഹമീദ് മാഷ്. അതിനു പുറമെ അദ്ദേഹം ഹിപ്നോട്ടിസം പോലുള്ള കാര്യങ്ങളിലൊക്കെ മനഃശാസ്ത്രത്തിലും വളരെ അവഗാഹം നേടിയിട്ടുള്ള വ്യക്തിയാണ്. എനിക്ക് വളരെ കൗതുകം തോന്നിയിട്ടുണ്ട്. ഞാൻ വൈകിയാണ് അതൊക്കെ മനസ്സിലാക്കിയത്. ഈ മേഖലകളിലൊക്കെ അദ്ദേഹത്തിന് വളരെ വലിയ അറിവും പരിചയവുമുണ്ട് എന്ന്. ചെറിയ അറിവല്ല, എക്സ്പെർട്ടാണ്. ചില കാര്യങ്ങളിലൊക്കെ അദ്ദേഹം എക്സ്പെർട്ടാണ്. അങ്ങനെയുള്ള ഇത്രയും വലിയൊരു അധ്യാപകനെ ആദരിക്കുന്നതിലും അഭിമാനമുണ്ട്. അവർക്ക് എല്ലാവിധ അനുമോദനങ്ങളും അർപ്പിക്കുന്നു. നമ്മുടെ ഈ ആദര സമർപ്പണം അവർക്ക് ജീവിതത്തില് ആയുരാരോഗ്യത്തോടെ, സന്തോഷത്തോടെ, ക്ഷേമത്തോടെ, ദീർഘായുഷ്മാന്മാരായിട്ട് സൗഖ്യത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നമ്മുടെ ഈ സംഗമവും നമ്മളൊക്കെ ഹൃദയത്തിൽ നിന്ന് പറയുന്ന ഈ നല്ല വാക്കുകളും അവർക്ക് കൂടുതൽ പ്രചോദനമേകട്ടെ. സ്നേഹമാണ്, സ്നേഹത്തിൽ നിന്നാണ് ഈ വാക്കുകളൊക്കെ നമ്മൾ പറയുന്നത്. അത് ഊർജമാണ്. നല്ല വാക്കിന് പറക്കാനുള്ള ശക്തി ഉണ്ടെന്നാണല്ലോ അല്ലാമ ഇക്ബാൽ പറഞ്ഞിട്ടുള്ളത്. ദിൽ സെ ജോ ബാത് നികൽത്തി ഹൈ വോ അസർ രഖ്തി ഹൈ और नहीं താക്കത്തെ പർവാസ് മഗർ രഖ്തി ഹൈ. അതിന് പറക്കാനുള്ള ശക്തിയുണ്ട്. അപ്പൊ അതിനെ പറപ്പിക്കാനുള്ള ശക്തിയുണ്ട്. വളരെ ക്ഷീണിച്ച് പറക്കാൻ കഴിയാതെ ചിറക് തളർന്ന് കിടക്കുന്ന ആളെയും വാക്ക് എഴുന്നേൽപ്പിച്ച് നിർത്തും. വാക്ക് ഊർജമാണ്, വാക്ക് ഊർജമാണ്. അതുകൊണ്ട് നമ്മളത് മാത്രമല്ല, നമ്മളൊന്നും ഇപ്പൊ പറയുമ്പോൾ അതൊക്കെ വളരെ ഉള്ളെന്നാണ് നമ്മളെല്ലാവരും പറയുന്നത്. നമ്മളിതൊന്നും ഒരു ഔപചാരികമായിട്ടല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അതൊരു കുടുംബ സ്നേഹമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഹൃദയപൂർവ്വം അവർക്കെല്ലാം ആശംസകൾ നേരുന്നു. അതുപോലെ അവർ മാത്രമല്ല, ഇപ്പൊ തൽക്കാലം അവരെ 4 ആളെ മാത്രമാണ് KUTA ഇന്നത്തെ ഈ ദേശീയ അധ്യാപക ദിനാഘോഷത്തിന്റെ ഭാഗമായിട്ട് അനുമോദിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത്. അതുപോലെ മറ്റു പലരും ഉണ്ട്. ഞാൻ എല്ലാവരും പേര് പറഞ്ഞാലും വിട്ടുപോകും. ഞാൻ ഓരോരുത്തരുടെ പേര് പറയുന്നില്ല. KUTA മുൻ ഭാരവാഹികള്, അതിൽ മുതിർന്നവര്, സീനിയേഴ്സ്, എൽഡേഴ്സ്, മുതിർന്നവര്, അവരൊക്കെ ഇവരെ പോലെ തന്നെയുള്ളവരുണ്ട്. ഇവരുടെ സമശീർഷരായവരുണ്ട്, ഇവരുടെ തൊട്ട് അടുത്ത് നിൽക്കുന്നവരുണ്ട്. അങ്ങനെ എല്ലാ നിലയിലും ഈ രംഗത്ത് വളരെ വലിയ സേവനങ്ങൾ ചെയ്തവരിപ്പോ ഇവിടെ തന്നെ ഉണ്ട്, ഇവിടെ ഇല്ലാത്തവരുണ്ട്. ഈ സംഗമത്തിലും ഉണ്ടായിരിക്കും. ചിലരൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവരോടൊക്കെ എനിക്ക് ഇതേ ആദരമാണ് ഉള്ളത്. അവർക്കും ഇതേ അനുമോദനങ്ങൾ ഞാൻ അർപ്പിക്കുകയാണ്. ഞാൻ പേരെടുത്ത് പറഞ്ഞ് അവരെ അനുമോദിക്കുമായിരുന്നു. പക്ഷേ ഈ 4 പേര് പിന്നെ സ്വീകരിക്കപ്പെടുന്നവരായതുകൊണ്ട് അവരെ പേരെടുത്ത് പറഞ്ഞ് അവർക്കുള്ള ആദരവും അനുമോദനങ്ങളും അർപ്പിക്കുന്നത് ഉചിതമാണ്. ഇനിയുള്ളവരെ പേര് പറഞ്ഞാൽ ചിലരുടെ പേര് പറയപ്പെടും, ചിലരുടേത് അതിലൊരു വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ സാഹസത്തിന് ഞാൻ മുതിരുന്നില്ല. എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഇത്രയും നല്ലൊരു പരിപാടി സംഘടിപ്പിച്ച KUTA ഈ ഒരു സംഗമത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം. കുറെ കാലത്തൊരു ഗ്യാപ്പിന് ശേഷമാണ് ഞാനും KUTA ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഒരു വലിയ വിടവ് വന്നു എന്ന് എനിക്ക് തോന്നുന്നു. പല കാരണങ്ങളാൽ, പ്രധാനപ്പെട്ട കാരണം ഇപ്പോഴത്തെ ഈ കോവിഡ് തന്നെയാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് ഇങ്ങനെ കൂടിയിരിക്കാൻ സാധിക്കുന്നത് വളരെ കുറഞ്ഞ സന്ദർഭങ്ങളിലാണ്. KUTA വരിക, KUTA അധ്യാപകരെ കാണുക, അവരോടൊപ്പം ഏതാനും സമയം ചെലവഴിക്കുക എന്നൊക്കെ പറയുന്നത് ആഹ്ലാദകരമായ കാര്യമാണ്, ഗൃഹാതുരത്വം ഉണർത്തുന്ന കാര്യമാണ്. നമ്മൾ പഠിച്ചു വന്ന ഒരു കലാലയത്തിലേക്ക് തിരിച്ചു പോകുന്ന പോലെയാണ്. നമ്മൾ പഠിച്ച ഒരു കലാലയത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ നമുക്കൊരു കോരിത്തരിപ്പുണ്ടാവും. വൈകാരികമായ ഒരു അനുഭവമായിരിക്കും അത്. അതുപോലെ തന്നെയാണ്, പൂർണ്ണമായി അതുപോലെ അല്ലെങ്കിലും അതിനോട് സമാനമാണ്, അതിനോട് സമീപസ്ഥമാണ് ഈ അനുഭവം. നമ്മുടെ ഒരു സ്വന്തം കുടുംബത്തെ പോലുള്ള ഒരു കൂട്ടത്തിൽ എത്തിച്ചേരുമ്പോഴുണ്ടാകുന്ന ഒരു ഗൃഹാതുരത്വത്തിന്റെ, ഒരു സ്നേഹോഷ്മളതയുടെ, വൈകാരികമായിട്ടുള്ള പ്രക്ഷുബ്ധതയുടെ
ഒരു അനുഭവം ഉണ്ടാക്കുന്ന ഘട്ടമാണിത്. അതിനങ്ങനെ തന്നെ വളരെ പ്രാധാന്യത്തോടെ കണ്ടുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇങ്ങനെയെങ്കിലും കൂടാൻ കഴിഞ്ഞതിൽ സന്തോഷിക്കുന്നു.